എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്, ട്രയാങ്കിൾസ്. അപ്പം എന്താണ് ട്രയാങ്കിൾസ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഇന്റർസെക്റ്റിംഗ് ലൈൻസും കൂടി ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിട്ട് വരുന്നതിനാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ABC എന്നുള്ളത് ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിന് എത്ര 3 സൈഡ്സ് ഉണ്ടാവും. അതായത് 3 സൈഡ്സ് ഉണ്ടാവും, 3 ആംഗിൾസ് ഉണ്ടാവും, 3 വെർട്ടിസസ് ഉണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മളിപ്പോൾ കോൺട്രുവൻറ്റ് ഫിഗേഴ്സ്. എന്താണ് കോൺട്രുവൻറ്റ് ഫിഗേഴ്സ്? കോൺട്രുവൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഒരു ഇതെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സർക്കിൾ, ഈ സർക്കിളിൻ്റെ സെയിം റേഡിയസിൽ തന്നെ വേറൊരു സർക്കിൾ വരികയാണെങ്കിൽ, അതായത് സെയിം അതിൻ്റെ റേഡിയസ് ഈക്വൽ ആയിരിക്കണം. അതുപോലെ സെയിം ഷേപ്പ് സെയിം ആയിരിക്കണം, സെയിം റേഡിയസ്, ഇങ്ങനെയൊക്കെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോൺട്രുവൻറ്റ് ഫിഗേഴ്സ്. നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കോൺട്രുവൻ്റ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പം നമ്മൾ കോയിൻ എടുക്കുകയാണെങ്കിൽ ഒരു 1 രൂപ കോയിൻ, സെയിം ഇയർ എല്ലാം സെയിം ആയിട്ടുള്ള ഒരു കോയിനാണ്. അതിൻ്റെ മേലെ വേറൊരു കോയിൻ വെക്കുമ്പോൾ സെയിം ആയിരിക്കും, ഒരു ഇതും ഇല്ലാണ്ട് നമുക്ക് കറക്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ വളയെടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സെറ്റ് വള വാങ്ങുന്നു, അപ്പോൾ അതെല്ലാം സെയിം സൈസിലാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, കോൺട്രുവൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുക. ഇനി ഇതിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കോൺട്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ കോൺട്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ കോൺട്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ് ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. കോൺട്രുവൻസ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം 2 ട്രയാങ്കിൾ, നമ്മൾ ഒരു ട്രയാങ്കിൾ ABC, വേറൊരു ട്രയാങ്കിൾ PQR. ഈ 2 ട്രയാങ്കിൾ നമ്മൾ കോൺട്രുവൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ എല്ലാം ഈക്വൽ ആയിരിക്കണം, സൈഡ്സ് എല്ലാം. അതായത് ഇപ്പോൾ ഷേപ്പ് നമുക്ക് ഈക്വൽ ആയി. ഇനി എന്ത് പറയണം, AB ഈക്വൽ ടു PQ ആയിരിക്കണം, സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കണം. BC ഇസ് ഈക്വൽ ടു QR ആയിരിക്കണം. അതുപോലെ AC ഇസ് ഈക്വൽ ടു PR. പിന്നെ എന്തൊക്കെ ഈക്വൽ ആയിരിക്കണം, ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P ആയിരിക്കണം, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q ആയിരിക്കണം. അതുപോലെ ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ R ആയിരിക്കണം. എല്ലാം നമ്മളെ സൈഡ്സും ആംഗിൾസും എല്ലാം ഈക്വൽ ആയിട്ട് വരുന്ന 2 ട്രയാങ്കിളിനെയാണ് നമ്മൾ കോൺട്രുവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രയാങ്കിൾ ABC കോൺട്രുവൻ്റ് ഇങ്ങനെ ഇടും, ഒരു സൈൻ ഇടും നമ്മൾ മേലെ, ഇങ്ങനെ ഇടും. ട്രയാങ്കിൾ ABC കോൺട്രുവൻ്റ് ടു ട്രയാങ്കിൾ PQR. അപ്പോൾ ഇതില് നമുക്കിപ്പോൾ 2 സൈഡ്സ് ഇങ്ങനെ ഈക്വൽ ആണ്. ഇതിന് നമ്മൾ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺട്രുവൻ്റ് ട്രയാങ്കിൾ, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺട്രുവൻ്റ് ട്രയാങ്കിൾസ് നമ്മൾ റെപ്രസെന്റ് CP/CD എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കത് തിയറം പറയുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ കോൺട്രുവൻസ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആണെങ്കിൽ അതിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ കോൺട്രുവൻ്റ് എന്ന് തന്നെ പറയുന്നത്. സെയിം ഷേപ്പ് ആയിരിക്കണം, സെയിം സൈസ് ആയിരിക്കണം, എല്ലാം സെയിം ആയിരിക്കും, സെയിം കളർ എല്ലാം വരുന്നതിനെയാണ് നമ്മൾ കോൺട്രുവൻ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കോൺട്രുവൻസ് ഓഫ് ട്രയാങ്കിൾ. ഇപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്ന തിയറം എന്ന് പറയുന്നത് SAS. അപ്പോൾ എന്താണ് SAS കോൺട്രുവൻസി റൂൾ എന്താണെന്നുള്ളത് നോക്കാം. അതായത് 2 triangles are congruent if 2 sides and included angle of one triangle are equal to 2 sides and included angle of another triangle. ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞു SAS കോൺട്രുവൻസി പറയാൻ വേണ്ടിയിട്ട്, SAS കോൺട്രുവൻസി എന്തുണ്ട്, 2 സൈഡ്സ് അതിന് ഇൻക്ലൂഡഡ് ആംഗിൾ. ആ പേരിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടണം. 2 triangles are congruent if 2 sides and included angle of one triangle. 2 sides, ഇപ്പൊ ഇത് 2 സൈഡ്സ് ABയും BCയും, ഇതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ഈ ആംഗിൾ. അതുപോലെ 2 sides and included angle of one triangle are equal to 2 sides and included angle of another triangle. അങ്ങനെ വരുന്ന ഇതിനെയാണ് നമ്മൾ SAS കോൺട്രുവൻസി റൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ 2 ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആണെന്ന് പറയാം. അതായത് 2 sides and included angle of one triangle are equal to 2 sides and included angle of another triangle. അപ്പോൾ ആ 2 ട്രയാങ്കിളും എന്തായിരിക്കും, കോൺട്രുവൻ്റ് ആയിരിക്കും. അതാണ് SAS കോൺട്രുവൻസി റൂൾ. അപ്പോൾ SAS കോൺട്രുവൻസി റൂൾ എന്താണെന്നുള്ളത് ക്ലിയർ ആണ്. 2 triangles are congruent if 2 sides and included angle of one triangle are equal to 2 sides and included angle of another triangle. അപ്പോൾ ഫസ്റ്റ് റൂള് കഴിഞ്ഞു.
ഇനി അതിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവും. ഈ റൂൾ വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് അതിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ആ റൂൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 1 എന്ന് പറയുന്നത് SAS കോൺഫറൻസി റൂൾ നമ്മൾ എന്താണെന്ന് പഠിച്ച് ഇനി അത് വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾ 1 എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫിഗർ വരയാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് നോക്കാം. അതായത് ഇതെല്ലാം ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ, ഇത് രണ്ടും ഈക്വൽ. ഗിവൺ അതായത് ഇൻ ഫിഗർ OA ഈക്വൽ ടു OB ആൻഡ് OD ഈക്വൽ ടു OC. ഷോ ദാറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രയാങ്കിൾ AOD കോൺഗ്രുവന്റ് ടു BOC. ട്രയാങ്കിൾ AOD കോൺട്രന്റ് ടു BOC എന്നുള്ളത് പ്രൂവ് ചെയ്യണം. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ AD പാരലൽ ടു BC. ഇത് രണ്ടുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് നോക്കാം. OA ഈക്വൽ ടു OB. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? OD ഈക്വൽ ടു OC. ഇത്രയും കാര്യങ്ങൾ ഗിവൺ ആണ്. അതിനുശേഷം നമുക്ക് ഇനി എന്ത് പറയാം, ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ AOD ഈക്വൽ ടു എന്ത് പറയാ, ആംഗിൾ BOC അല്ലെങ്കിൽ COB, ആംഗിൾ BOC രണ്ടും ഈക്വൽ ആണ്. റീസൺ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ രണ്ട് സൈഡ്സ് ഇൻക്ലൂഡഡ് സൈഡ്സ്, രണ്ട് സൈഡ്സ് അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ഏത് റൂളാണ്? SAS കോൺട്രുവൻസി റൂൾ. അപ്പൊ SAS കോൺട്രുവൻസി റൂൾ പ്രകാരം നമുക്ക് എന്തായി? ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ് ആയി. Therefore, by SAS congruency rule, triangle AOD congruent to triangle BOC. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിത് കഴിഞ്ഞു. ഇനി ഇതിൽ തന്നെ സെക്കൻഡ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AD പാരലൽ ടു BC ആണ്. ഇപ്പൊ ഈ ഇതില് രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയാൽ അതിന്റെ കറസ്പോണ്ടിങ് പാർട്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിന് ഈ ആംഗിളും ഈക്വൽ ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഇപ്പൊ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ, ഓൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? ഈ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചല്ലോ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. അപ്പൊ ഇതിന് നമ്മൾ പറയേണ്ടത് ആംഗിൾ OAD ഈക്വൽ ടു ആംഗിൾ OBC, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. റീസൺ ബൈ CP/CT, അതായത് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺട്രുവന്റ് ട്രയാങ്കിൾ. Therefore, AD പാരലൽ ടു BC. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞത് AD പാരലൽ ടു BC എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി എക്സാമ്പിൾ 2 എന്താന്നുള്ളത് നോക്കാം. എക്സാമ്പിൾ 2 ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? AB ഈസ് എ ലൈൻ സെഗ്മെന്റ്. അപ്പോൾ AB എന്ന് പറയുന്നത് ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. AB ഈസ് എ ലൈൻ സെഗ്മെന്റ് ആൻഡ് ലൈൻ L ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ലൈൻ L പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ലൈൻ ഇത് L പെർപെൻഡിക്കുലർ ബൈസെക്ടർ. If a point P lies on L, show that P is equal distance. അപ്പോൾ P എന്ന് പറയുന്ന ഒരു പോയിന്റ് L അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ്, അതായത് ഇവിടെ കറക്റ്റായിട്ട് ഇത് P, ഈ പോയിന്റ് ആണ് P ലൈസ് ഓൺ പോയിന്റ് L. അങ്ങനെയാണെങ്കിൽ PA ഈക്വൽ ടു PB എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിന് നമ്മൾ C എന്ന് കൊടുക്കുന്ന പേര്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത്. ഇവിടെ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കും? ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ ഇതിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് രണ്ട് ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. ഏതൊക്കെയാണ്? PACയും PBC എന്നുള്ള രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് PA ഈക്വൽ ടു PB ആണ്. എന്തൊക്കെയാണ് ഗിവൺ? അതായത് ആംഗിൾ 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട് തന്നെ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും പോകുന്നത്. മിഡ് പോയിന്റിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? AC ഈക്വൽ ടു BC. C ഈസ് ദ മിഡ് പോയിന്റ്. C മിഡ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് AC ഈസ് ഈക്വൽ ടു BC എന്ന് പറയാം.
അതിനുശേഷം ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ടു പ്രൂവ് എന്താന്നുള്ളത് നിങ്ങൾ എഴുതും. EA ഈക്വൽ ടു PB എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ AC is equal to BC ആയി, C മിഡ് പോയിന്റ് ആയതുകൊണ്ട്. അതുപോലെ ഈ ആംഗിൾ എന്തായിരിക്കും? രണ്ടും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട് 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ PCA ഈക്വൽ ടു ആംഗിൾ PCB 90 ഡിഗ്രി. രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡും ഈക്വലായി, ഈ ആംഗിളും ഈക്വലായി. PC എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിളിലും കോമൺ ആണ്. അപ്പം PC നമുക്ക് എങ്ങനെ പറയാം? PC ഈസ് കോമൺ. PC കോമൺ ആയതുകൊണ്ട് ട്രയാങ്കിൾ PAC കോൺട്രുവന്റ് ടു ട്രയാങ്കിൾ PBC ബൈ SAS കോൺട്രുവൻസി റൂൾ. ബൈ SAS കോൺട്രുവൻസി റൂൾ പ്രകാരമാണ് ഇവിടെ എന്താ PACയും PBCയും രണ്ട് ട്രയാങ്കിൾ കോൺട്രുവന്റ് ആവുന്നു. PACയും PBCയും കോൺട്രുവന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പാർട്സ് പ്രകാരം എന്തായി? PA ഈക്വൽ therefore PA ഈക്വൽ ടു PB. റീസൺ ബൈ CP CT. അപ്പൊ ഇത്രയും നിങ്ങൾ ഇതിൽ എഴുതണ്ടു. റീസൺ, അതിനുള്ള റീസൺ എന്ന് പറയുന്നത് CP CT ആണ്. അതായത് ഇത് രണ്ടും കോൺട്രുവന്റ് ആണെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. therefore by CP CT PA ഈക്വൽ ടു PB. അപ്പൊ അതിൽ അത്രയേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത റൂൾ എന്ന് പറയുന്നത് ASA കോൺട്രുവൻസി റൂൾ. അപ്പൊ അടുത്ത റൂള് ASA കോൺട്രുവൻസി റൂൾ. ASA കോൺട്രുവൻസി റൂൾ. ASA കോൺട്രുവൻസ് റൂൾ. അപ്പൊ ഇതില് ASA കോൺട്രുവൻസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ രണ്ട് ആംഗിളും two triangle is congruent, two angles and included side of one triangle is equal to two angles and included side of another triangle. ഇത്രയുണ്ട് ASA congruency rule. ASA congruency rule എന്ന് പറഞ്ഞാൽ two triangles are congruent if two angles and included side of one triangle are equal to two angles and included side of another triangle. നമ്മൾ ഇതില് പറഞ്ഞ പോലെ SAS എന്താണ്? രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും. ഇതിൽ രണ്ട് ആംഗിളും ഇൻക്ലൂഡഡ് സൈഡും. അത്രയും ഓർമ്മിക്കേണ്ടതുള്ളൂ. ഇതിൽ SAS കോൺട്രുവൻസി റൂൾ എന്ന് പറഞ്ഞാൽ ഇഫ് ടു ട്രയാങ്കിൾസ് ആർ കോൺട്രുവന്റ്, two sides and included angle of one triangle are equal to two sides and included angle of another triangle. ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ two triangles are congruent, two angles and included side of one triangle are equal to two angles and included side of another triangle. അപ്പോൾ ASA congruency rule. അപ്പോൾ ഈ രണ്ട് റൂളാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സസൈസ് 7.1 ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.